നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഹാപ്പിനെസ് പാർക്കും സ്മാർട്ട് അംഗനവാടികളും ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ പദ്ധതി. വാഴൂർ ബ്ലോക്ക് പരിധിയിൽ ABC സെന്റർ. ജനകീയ ബജറ്റുമായി കോട്ടയം ജില്ലാ പഞ്ചായത്ത്. കോട്ടയം നഗരസഭയുടെ മുട്ടമ്പലത്തെ വൈദ്യുത ശ്മശാനത്തിന്റെ പുകക്കുഴൽ തകർന്നു. ദ്രവിച്ച പുകക്കുഴലിലൂടെ 4 വശത്തേക്കും പുക പരക്കുന്നു. സമീപ പ്രദേശത്ത് 100 കണക്കിന് വീടുകളും സ്കൂളും പള്ളിയും. തിരിഞ്ഞു നോക്കാതെ നഗരസഭ. കോടതി ഫീസുകൾ കുത്തനെ ഉയർത്തി സംസ്ഥാന സർക്കാർ. കോട്ടയം ജില്ലാ കോടതിക്ക് മുന്നിൽ അഭിഭാഷകരുടെ ധർണ. വാർത്തകൾ വിശദമായി. ഹാപ്പിനെസ് പാർക്കും സ്മാർട്ട് അംഗനവാടികളും ഉൾപ്പെടെ ജനകീയ ബജറ്റുമായി കോട്ടയം ജില്ലാ പഞ്ചായത്ത്. ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കും വാഴൂർ ബ്ലോക്ക് പരിധിയിൽ തെരുവുനായ നിയന്ത്രണത്തിനായി ഒരു ABC സെന്റർ കൂടി സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഓപ്പൺ ജിം സ്ഥാപിക്കാനും ബജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റായിരുന്ന ശുഭേഷ് സുധാകരൻ മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനം ഒഴിഞ്ഞതിനാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദുവാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 137,15,207 രൂപ വരവും 128,18,80,500 രൂപ ചിലവും 4,18,34,707 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ആരോഗ്യ, വനിതാ ശാക്തീകരണം, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ബജറ്റിൽ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജില്ലാ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രവും ജില്ലാ ടൂറിസം ഫാമും കോഴയിൽ സ്ഥാപിക്കുവാനും ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഇലക്ട്രോണിക് അമ്മത്തൊട്ടിൽ സ്ഥാപിക്കും. ജില്ലയിൽ സ്ഥലലഭ്യത ഉള്ള സ്ഥലത്ത് ഹാപ്പിനെസ് പാർക്ക്, പ്രായമായവരുടെ സംരക്ഷണാർത്ഥം പ്രാദേശിക തലത്തിൽ വനിതാ തൊഴിൽ സേന, ഇതോടൊപ്പം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ പദ്ധതി, കാർബൺ ന്യൂട്രൽ ജില്ലയ്ക്കായി തുടർ നടപടികൾ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. പട്ടികവർഗക്ഷേമം 63,16,800 രൂപ, ഭവനം 15 കോടി രൂപ, ദാരിദ്ര്യ ലഘൂകരണം 4,25,50,000 രൂപ, വയോജനക്ഷേമം 1,15,94,700 രൂപ, വനിതാ ശിശുക്ഷേമം 4,53,50,000 രൂപ, ഭിന്നശേഷിക്കാരുടെ ഉന്നമനം 2 കോടി രൂപ, അഗതിക്ഷേമം 50 ലക്ഷം, സൽഭരണം 20 ലക്ഷം രൂപ, മറ്റു പദ്ധതികൾ 85 ലക്ഷം രൂപ. പഞ്ചായത്തുകളുമായി സഹകരിച്ച് പാലിയേറ്റീവ് പരിചരണ പദ്ധതി, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം, വിശപ്പ് രഹിത കേരളം എന്നീ പദ്ധതികളുടെ ഭാഗമായി ജില്ലയിൽ ഷെൽട്ടർ ഹോം, സ്കൂളുകളിൽ സയൻസ് ലാബ് തുടങ്ങിയ പദ്ധതികളും ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. ബജറ്റ് അവതരണത്തെ തുടർന്ന് അംഗങ്ങളുടെ മറുപടി പ്രസംഗവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരസഭയുടെ വൈദ്യുത ശ്മശാനത്തിലെ പുകക്കുഴൽ തകരാറിലായി. പ്രദേശമാകെ പുക പടർന്നതോടെ സമീപവാസികൾ ദുരിതക്കയത്തിലാണ്. പുകക്കുഴൽ പൊട്ടി 4 വശത്തേക്കും പുക വ്യാപിക്കുകയാണ്. കോട്ടയം നഗരസഭയുടെ മുട്ടമ്പലത്തുള്ള വൈദ്യുതി ശ്മശാനത്തിന്റെ പുകക്കുഴൽ പൊട്ടിത്തകർന്നു. 3 മാസത്തോളമായി കുഴൽ ദ്രവിച്ചിട്ട്. ഇതോടെ പുക 4 വശങ്ങളിലേക്കും പടരുകയാണ്. ഉയരമുള്ള പുകക്കുഴലിൽ കൂടി പുക അന്തരീക്ഷത്തിൽ ലയിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ പുകക്കുഴൽ ദ്രവിച്ചതോടെ പുക 4 വശങ്ങളിലേക്കും പടരുകയാണിപ്പോൾ. ദിവസവും 6 മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നുണ്ട്. പുക പ്രദേശം മുഴുവൻ വ്യാപിക്കുന്നതോടെ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ്. 100 കണക്കിന് കുടുംബങ്ങളും ലൂർദ് പള്ളിയും ലൂർദ് സ്കൂളും ഈ പ്രദേശത്തുണ്ട്. കോട്ടയം നഗരസഭ നഗരസഭയുടെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ് ശ്മശാനത്തിന്റെ അവസ്ഥയെന്ന് നഗരസഭ മുൻ കൗൺസിലർ TN ഹരികുമാർ പറഞ്ഞു. കോട്ടയം നഗരസഭയുടെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും മകുടോദാഹരണമാണ് ഈ വൈദ്യുത ശ്മശാനത്തോട് ഇപ്പോൾ കാണിക്കുന്ന അവഗണന. ഇത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഈ നഗരസഭയുടെ 19 കളക്ടറേറ്റ് വാർഡിൽ 100 കണക്കിന് ദരിദ്ര കുടുംബങ്ങൾ അധിവസിക്കുന്ന അംബേദ്കർ കോളനി, അതുപോലെ തന്നെ പരിശുദ്ധമായുള്ള ലൂർദ് പള്ളി, ലൂർദ് സ്കൂൾ അടക്കം. ലൂർദ് സ്കൂൾ 1000 കണക്കിന് കുട്ടികളുള്ളതാണ്. ഈ പ്രദേശത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഈ ക്രിമിറ്റോറിയത്തിൽ നിന്ന് വരുന്ന പുക, അത് ഈ പുകക്കുഴലുകൾ പൊട്ടി നാശോന്മുഖമായിട്ട് ഈ നാട് മുഴുവൻ അത് പരക്കുക. വളരെ വലിയ ആരോഗ്യ പ്രശ്നമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, 3-4 മാസക്കാലമായി ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ക്രിമിറ്റോറിയത്തിന്റെ തറ തകർന്ന് മൃതദേഹം വെക്കുന്ന ഭാഗം ഇരുന്നു പോയിരിക്കുകയാണ്. ഗ്യാസ് ലീക്ക് ചെയ്യുന്ന ഭാഗം മണ്ണ് പൊത്തിവെച്ചിരിക്കുകയാണ്. ശ്മശാനത്തിന്റെ ദുരിതാവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലാ കോടതിക്ക് മുന്നിൽ അഭിഭാഷകർ ധർണ നടത്തി. കോടതി ഫീസുകൾ കുത്തനെ ഉയർത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ അഭിഭാഷകർ പ്രതിഷേധം ശക്തമാക്കി. കോടതി ഫീസുകൾ കുത്തനെ ഉയർത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അഭിഭാഷകർ ധർണ നടത്തി. ജില്ലാ സെഷൻസ് കോടതിക്ക് സമീപമായിരുന്നു ധർണ. ഭാരതീയ അഭിഭാഷക പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് B. അശോക് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ പണം കുമിഞ്ഞു കൂടുന്ന 2 മേഖല കഴിഞ്ഞാൽ, അതായത് മദ്യവും ലോട്ടറിയും കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ
ഖജനാവിലേക്ക് പണം ഒഴുകിയെത്തുന്നത് നീതിന്യായ രംഗത്ത് നിന്ന് കോർട്ട് ഫീസായിട്ടും ഫൈനായിട്ടും അടയ്ക്കുന്ന തുകയിൽ നിന്നാണ്. വൈസ് പ്രസിഡന്റ് എൻ ശങ്കർ റാം, ദേശീയ നിർവാഹക സമിതി അംഗം കെ സേതുലക്ഷ്മി, അഡ്വക്കേറ്റ് ജോഷി ചീപ്പുങ്കൽ, അഡ്വക്കേറ്റ് സനൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ മുഖരിതമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. ഈ മാസം 18-നാണ് 7:30 പൊന്നാന ദർശനം. ഭക്തിയുടെ നിറവിൽ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി ചെങ്ങന്നൂർ താഴ്മൺ മഠം കണ്ഠരര് രാജീവരര്, കണ്ഠരര് ബ്രഹ്മദത്തൻ, മേൽശാന്തി മൈവാടി പത്മനാഭൻ, സന്തോഷ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാരും സംഘവും ഒരുക്കിയ പഞ്ചവാദ്യവും, കീഴൂർ അഭിനവ്, മാന്നാർ വിനയൻ എന്നിവരുടെ നാഗസ്വരവും, കുടമാളൂർ വേണുഗോപാൽ, ഏറ്റുമാനൂർ മഹേഷ് എന്നിവരുടെ തവിലും സംഗീതസാന്ദ്രമായി. നവീകരിച്ച വലിയ തങ്കത്തിടമ്പിന്റെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൽ നിന്നും ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരര് തങ്കത്തിടമ്പ് ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന വെബ്സൈറ്റ് ഉദ്ഘാടനം ദേവസ്വം ബോർഡ് അംഗം A അജികുമാറും, കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ താരം മനോജ് K ജയനും നിർവഹിച്ചു. തേക്കടി രാജനും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനമേളയോടെ തിരുവരങ്ങിൽ കലാപരിപാടികൾക്ക് തുടക്കമായി. 8ാം ഉത്സവ ദിനമായ ഈ മാസം 18-ന് അർദ്ധരാത്രി ആസ്ഥാന മണ്ഡപത്തിലാണ് പ്രസിദ്ധമായ 7:30 പൊന്നാന ദർശനവും വലിയ കാണിക്കയും. 19-ാം തീയതി പള്ളിവേട്ട നടക്കും. 20-ന് ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. വ്യാഴാഴ്ചയാണ് കുംഭഭരണി. ക്ഷിപ്ര പ്രസാദിനി പൊൻകുന്നം പുതിയകാവിലമ്മയുടെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി മീനച്ചൽ കല്ലമ്പള്ളി ഇല്ലത്ത് വിശാഖ നാരായണൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. ഉത്സവത്തിന്റെ 3ാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ ഉഷപൂജ, കലശാഭിഷേകം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. തുടർന്നായിരുന്നു ശ്രീബലി. നാദസ്വരവും തവിലും അകമ്പടിയായി. ഉച്ചയ്ക്ക് ഉത്സവബലി ദർശിക്കുന്നതിനും നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ഉത്സവബലിയും ദർശനവും നടക്കും. വ്യാഴാഴ്ചയാണ് കുംഭഭരണിയും തിരുവാറാട്ടും. അന്നേ ദിവസം രാവിലെ 11 മണിക്കാണ് കുംഭകുട നൃത്തം. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പും നടക്കും. 6 മണിക്ക് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രച്ചിറയിൽ തിരുവാറാട്ട് നടക്കും. രാത്രി 1 മണിക്ക് നടക്കുന്ന ആറാട്ട് വരവ് എതിരേൽപ്പിന് ശേഷം തിരുവുത്സവത്തിന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. 2 വർഷം കൊണ്ട് പാറത്തോട് പഞ്ചായത്തിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ നിന്ന് 65 കോടി രൂപയും KRWSAയുടെ 10 കോടി രൂപയും ഉപയോഗിച്ച് പഞ്ചായത്തിലെ 6200 കുടുംബങ്ങൾക്ക് ശുദ്ധജലം ഒരുക്കുകയാണ് ലക്ഷ്യം. 2 വർഷം കൊണ്ട് എല്ലാ വീടുകളിലും കുടിവെള്ളം ലഭ്യമാകുന്ന പഞ്ചായത്തായി പാറത്തോട് മാറുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് ഈ നിയോജകമണ്ഡലത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും ശുദ്ധജലം എത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയിൽ ആദ്യഘട്ടം തന്നെ ആവശ്യമായ തുക ഭരണാനുമതി നേടിയെടുത്ത ഒരു നിയോജകമണ്ഡലമാണ്. ഇതോടൊപ്പം ഈ പഞ്ചായത്തിന് ജലനിധിയുടെ പദ്ധതികളുണ്ട്, ചെറുകിട പദ്ധതികൾ. ഏകദേശം 10 കോടി രൂപയോളം ഈ ഗ്രാമപഞ്ചായത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രവർത്തികളും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഇപ്പം നമുക്ക് വരുന്ന 2 വർഷക്കാലം കൊണ്ട് നല്ല നിലയിലുള്ള ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്ന ഒരു സമഗ്ര കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുന്ന പഞ്ചായത്തായി
പാർത്തോടുമാർ. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷനായി. ആന്റോ ആന്റണി MP സന്നിഹിതനായിരുന്നു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TJ മോഹനൻ, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ഡാനി ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ വിജയലാൽ, വൈസ് പ്രസിഡന്റ് ജിജി ഫിലിപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ജോണിക്കുട്ടി മഠത്തിനകം, സോഫി ജോസഫ്, ബീന ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 37,37,24,000 രൂപ വരവും 35,62,95,500 രൂപ ചെലവും 4,68,78,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ അവതരിപ്പിച്ചത്. ക്ഷീരവികസനത്തിന് 10,60,000 രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. കുടുംബശ്രീ സംരംഭങ്ങൾക്കായി 3,35,000 രൂപ നീക്കിവെച്ചു. വൃദ്ധക്ഷേമ പദ്ധതികൾക്കായി 9,80,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആകെ റവന്യൂ ചെലവുകൾ 19,59,310. മൂലധന ചെലവുകൾ വായ്പ തിരിച്ചടവ് 40 കോടി, 4 ലക്ഷം. ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്കായും വനിതാക്ഷേമത്തിനായും തുക വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. സംസ്ഥാന കൗൺസിൽ യോഗവും അവാർഡ് വിതരണവും ഇതോടൊപ്പം നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. സ്വീകരണത്തെ തുടർന്ന് കോട്ടയം വ്യാപാര ഭവനിൽ മുൻ പ്രസിഡന്റ് T നസറുദ്ദീൻ സ്മാരക അവാർഡ് വിതരണവും സ്മാരക കൌൺസിൽ യോഗവും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുതിർന്ന നേതാവ് TD ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് TS നസറുദ്ദീൻ സ്മാരക പ്രഥമ അവാർഡ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജിക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു സമ്മാനിച്ചു. തീർച്ചയായിട്ടും നമ്മൾ മരിച്ചവരെ ആദരിക്കുമ്പോഴും അവർക്ക് വേണ്ടി അവാർഡ് കൊടുക്കുമ്പോഴും യഥാർത്ഥത്തിൽ മരിച്ചവർക്ക് വേണ്ടിയല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നസറുദ്ദീൻ 32 വർഷക്കാലം വ്യാപാരി വ്യവസായ സമിതിയെ നയിച്ച ആളാണ്. സ്വാഭാവികമായിട്ടും അത്രയും ദീർഘകാലം ഒരു സംഘടനയെ നയിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സംഭാവന എന്തുമാത്രം ഈ സംഘടനയിൽ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അവാർഡ് ഇവിടെ വിതരണം ചെയ്യാൻ തയ്യാറായതും. സംസ്ഥാന കൌൺസിൽ യോഗത്തിലും അവാർഡ് ദാന ചടങ്ങിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, ട്രഷറർ S ദേവരാജൻ, പെരിഞ്ഞമല രാമചന്ദ്രൻ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് MK തോമസ് കുട്ടി, PC ജേക്കബ്, KV അബ്ദുൾ ഹമീദ്, KK വാസുദേവൻ, അഹമ്മദ് ഷെരീഫ്, ബാബു കോട്ടയിൽ, കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി AKN പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വീടിന് മുകളിലേക്ക് കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ വീടിനുള്ളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തീക്കോയി അടുക്കം റൂട്ടിൽ മേസ്തിരിപ്പടിക്ക് സമീപമാണ് ഞായറാഴ്ച അപകടമുണ്ടായത്. മുള്ളൻമടക്കൽ അഷറഫിന്റെ മകൻ അൽസാബിത്താണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അടുക്കം വെള്ളാനി സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇറക്കം ഇറങ്ങി വരവെ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ തിട്ടയ്ക്ക് താഴെയുള്ള മുള്ളൻമക്കൽ അഷ്റഫിന്റെ വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. സംരക്ഷണ ഭിത്തിയും വാട്ടർ ടാങ്കും തകർത്ത കാർ വീടിന് പുറകിലേക്കാണ് പതിച്ചത്. പിൻവശത്തെ മുറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അഷ്റഫിന്റെ മകൻ അൽസാബിത്തിന്റെ മേശയിലേക്കാണ് ഓടും കല്ലും പതിച്ചത്. ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ അൽസാബിത്ത് രക്ഷപ്പെട്ടു. ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ മതിലിന്റെ ഒച്ച കേട്ടപ്പോഴേക്കും ഞാൻ ചാടിയായിരുന്നു. അവിടെ ഞാൻ നോക്കുമ്പോ കല്ല് ഒക്കെ വീണ് ഇവിടെ വീണു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി നിന്നപ്പോ ഉമ്മ വിളിച്ചായിരുന്നു, ഇറങ്ങി വന്നു പറഞ്ഞ. അപ്പൊ ഇറങ്ങി വന്ന് ഞാൻ നോക്കുമ്പോ പിന്നെ ഉമ്മ പറഞ്ഞ വെളിയില് വണ്ടി കിടക്കുവാന്ന് പറഞ്ഞപ്പോഴേക്ക് ഇറങ്ങിപ്പോയി നോക്കിയപ്പോ മണ്ടേന്ന് അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് പുള്ളിനെ രക്ഷിച്ചു. പുള്ളിക്കൊന്നും പറ്റിയൊന്നുമില്ല. ഞങ്ങളുടെ വീടിന്റെ ഇവിടെയും പോയി, പിന്നെ അടുക്കളയുടെ അവിടെ പോയി.
കാറിലുണ്ടായിരുന്ന ആൾ വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കല്ലുകൾ പതിച്ച് വീടിന്റെ ഓട് തകർന്നു. ഓടും കല്ലും വീണ് അൽസാബിത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് ടേബിളും തകർന്നു. ഈരാറ്റുപേട്ട പോലീസും ടീം എമർജൻസി പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അപകട വിവരം അറിഞ്ഞ നിരവധി നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ 2 മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളിലേക്ക് വെറ്റിനറി സർജനെ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് വോക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത BVSC ആൻഡ് AH പാസ്സായവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി ഫെബ്രുവരി 14 രാവിലെ 10:30 കളക്ട്രേറ്റിലെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് എത്തണം. വിവരങ്ങൾക്ക് ഫോൺ 04812563 കോട്ടയം ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനം നൽകുന്നതിനായി വെറ്റിനറി ബിരുദധാരികളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത വെറ്റിനറി ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ സർവീസിൽ നിന്ന് വിരമിച്ച വെറ്റിനറി ഡോക്ടർമാരെയും പരിഗണിക്കും. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി തിരഞ്ഞെടുക്കപ്പെടുന്നവരെ 90 ദിവസത്തേക്കാണ് നിയമിക്കുക. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, യോഗ്യത സർട്ടിഫിക്കറ്റുകൾ അസലും പകർപ്പും സഹിതം ഫെബ്രുവരി 14 രാവിലെ 11:30 കളക്ട്രേറ്റിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ എത്തണം. വിശദ വിവരത്തിന് ഫോൺ 04812563 പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹാപ്പിനെസ് പാർക്കും സ്മാർട്ട് അംഗനവാടികളും ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ പദ്ധതി. വാഴൂർ ബ്ലോക്ക് പരിധിയിൽ ABC സെന്റർ. ജനകീയ ബജറ്റുമായി കോട്ടയം ജില്ലാ പഞ്ചായത്ത്. കോട്ടയം നഗരസഭയുടെ മുട്ടമ്പലത്തെ വൈദ്യുത ശ്മശാനത്തിന്റെ പുകക്കുഴൽ തകർന്നു. ദ്രവിച്ച പുകക്കുഴലിലൂടെ 4 വശത്തേക്കും പുക പരക്കുന്നു. സമീപ പ്രദേശത്ത് 100 കണക്കിന് വീടുകളും സ്കൂളും പള്ളിയും. തിരിഞ്ഞു നോക്കാതെ നഗരസഭ. കോടതി ഫീസുകൾ കുത്തനെ ഉയർത്തി സംസ്ഥാന സർക്കാർ. കോട്ടയം ജില്ലാ കോടതിക്ക് മുന്നിൽ അഭിഭാഷകരുടെ ധർണ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.